അള്ളാഹ് ഇവിടെ പറയുന്നത് സാബിക്കു, മത്സരിച്ച് മുന്നേറുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് ഒരു ഓപ്ഷണലായിട്ട്, നമ്മൾ പലപ്പോഴും മത്സരിച്ച് മുന്നേറുക എന്ന് കേൾക്കുമ്പം ഒരു ഓപ്ഷണലായിട്ടുള്ളൊരു സ്വഭാവമല്ല, വിശ്വാസിയുടെ ശരിക്ക് അടിസ്ഥാന സ്വഭാവമായിട്ട് തന്നെ അള്ളാഹു ഗൗരവത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആയത്തിൻ്റെ മെസ്സേജ് പിന്നെ ഒരു ആവറേജ് ജീവിതം എന്ന് വെച്ചാൽ ഒരു 10 ഒരു ഒഴുക്കൻ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഖുർആൻ്റെ വലിയ മെസ്സേജുകളിൽ ഒന്നാണ്. 2, ഒരു കാത്തിരിപ്പ് മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകരുത് എന്ന് അള്ളാഹു നിരന്തരമായിട്ട് പഠിപ്പിക്കുന്നു. 3, എല്ലാവരെയും കൂടെ ഞാനും എന്നൊരു മാനസികാവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുക. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം, അങ്ങനെ ഒരു ആവറേജ് മുസ്ലിം ജീവിതം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ കുറച്ചും കൂടി പച്ചയായി പറഞ്ഞാൽ ഒരു മിനിമം നിലവാരത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് ഖുർആൻ്റെ ഒരു അടിസ്ഥാന മെസ്സേജായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് ഈ സൂറത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ എന്ന മാനസികാവസ്ഥ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവണം. നിരന്തരം വളരാനുള്ള, നിരന്തരം വികസിക്കാനുള്ള, ഇന്നത്തെ പോലെ അല്ലാത്ത നാളെ ആകാനുള്ള, കുറവുകളെ നിരന്തരം നികത്തി പുതിയ മുസ്ലിം ആകാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും.